ഹലോ ഗായ്സ്, അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് വ്ളോഗാണ്. ഇന്ന് ഞാൻ എന്തായാലും ഒരു ഫുൾ ഡേ വ്ളോഗ് എടുക്കാമെന്ന് തീരുമാനിച്ചു. കാരണം ഇന്ന് എനിക്കൊരു ഓർഡർ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്തുകൊണ്ട് എൻ്റെ ഒരു ക്രാഫ്റ്റ് ജേർണി, ലൈക്ക് എൻ്റെ ഒരു ഹാമ്പറിൻ്റെ വർക്ക് മുതലത്തെ ഡെലിവറി ഒക്കെപ്പാടെ ഒരു വ്ളോഗായിട്ട് സെറ്റ് ചെയ്തിടാം. അപ്പോൾ ഇന്ന് അതാണ് ഞാൻ വ്ളോഗായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്കൊരു ഓർഡർ ഉണ്ട്. ഓർഡർ ഉള്ളത് കണ്ണൂർ കുറുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പേർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് ഞാൻ നേരെ പോയിട്ട് എൻ്റെ ഷോപ്പിലോട്ടാണ്. ആ കാണുന്നതാണ് എൻ്റെ ഷോപ്പ്. ക്രാഫ്റ്റ് ബൈ ഫെബി തന്നെയാണ് ഷോപ്പിൻ്റെയും പേര്. ഞാൻ നേരെ ഷോപ്പിലോട്ട് പോവാണ്. കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങുകളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഇന്ന് നേരത്തെ തന്നെ ഞാൻ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കസ്റ്റമർ പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ നമ്മൾ നേരത്തെ ഷോപ്പ് ഓപ്പൺ ആക്കും. അതല്ല ലേറ്റ് ആയിട്ട് വേണ്ടിയിരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലേറ്റൊക്കെ ആയിട്ടാണ് ഷോപ്പ് ഓപ്പൺ ആക്കൽ. ഇതാണ് എൻ്റെ കുട്ടി ഷോപ്പ്. ഇവിടെയാണ് ഞാൻ വർക്കും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കുന്നത്. വീഡിയോ എടുക്കലും എൻ്റെ എല്ലാ പരിപാടിയും ഇവിടെയാണ്. എൻ്റെ ഐറ്റംസ് സ്റ്റോക്ക് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഇവിടെ തന്നെയാണ് സെറ്റ് ആക്കുന്നത്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഞാൻ ഷോപ്പ് തുടങ്ങുന്നത്. ഇതിന് മുന്നേ വരെ ഞാൻ വീട്ടിൽ തന്നെയാണ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഹാമ്പറിലേക്ക് വേണ്ട ഡ്രസ്സാണിത്. അത് ഞാൻ നമ്മുടെ നിയർ ബൈ ഉള്ള ഒരു ബൊട്ടീക്ക് എന്നാണ്. എല്ലാ ഡ്രസ്സും ഞാൻ അവിടെ തന്നെയാണ് വാങ്ങല്. ആദ്യം നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഹാമ്പറിലേക്ക് വേണ്ട ഡ്രസ്സൊക്കെ ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് ഹാമ്പറിൽ സെറ്റ് ചെയ്യാനും വേണ്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്, പിന്നെ പെർഫ്യൂം, അങ്ങനെ ഫ്രെയിം കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബൊക്കറ്റും പാടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കുറച്ച് ഇന്നലെ തലേന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. കാരണം പിറ്റേന്ന് എനിക്ക് പെട്ടെന്ന് എനിക്ക് ബൊക്കറ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ടൈമൊക്കെ വേണം ബൊക്കറ്റ് ചെയ്യാൻ. പിന്നെ എനിക്ക് ഫ്രെയിമിലേക്ക് വേണ്ട ഫോട്ടോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് ഞാൻ ക്യാൻവയിലാണ് എല്ലാ ഫോട്ടോസും എഡിറ്റ് ചെയ്യല്. അതിന് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ ടാബാണ് യൂസ് ചെയ്യല്. വീഡിയോസിനൊന്നും ടാബ് യൂസ് ചെയ്യലില്ല. അതൊക്കെ ഞാൻ ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യല്. അപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്ത് അത് പ്രിന്റ് എടുക്കണം. ഇതാണ് എൻ്റെ പ്രിന്റർ. നല്ല ക്യൂട്ടായിട്ടുള്ള ഇതൊക്കെ ഞാൻ ഒട്ടിച്ചതാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. അത് വരട്ടെ. ഇത് ഇവിടുന്ന് ഇങ്ങനെ പോകും. ഇപ്സൻ്റെ 1805 എന്ന ഒരു 050 എന്നൊരു പ്രിൻ്ററാണ്. അടിപൊളി പ്രിൻ്ററാണ്. ഇപ്പോൾ 1 വർഷത്തോളമായി എൻ്റെ കയ്യിൽ. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി പ്രിൻറ്റും ക്വാളിറ്റി ഒക്കെയാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ. നമുക്ക് ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് ജസ്റ്റ് കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ പ്രിൻ്റ് വരുന്നുണ്ട്. ഈ ഫ്രെയിമാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ പ്രിന്റ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് കുറച്ച് വീഡിയോസ് സ്പീഡിലാക്കിയതാണ്. കുറേ നേരം കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കേണ്ട. പക്ഷെ നമ്മൾ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പെട്ടെന്നുള്ളൊരു ഓർഡർ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്ലാനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലായിട്ടില്ല. കാരണം കസ്റ്റമർക്ക് എന്താണ് ആൾക്ക് കൊടുക്കേണ്ടതെന്നുള്ള വ്യക്തമായ ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോക്സാണ് ഞാൻ ഈ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇതൊരു ഹാർട്ട് ഷേപ്പിലുള്ള ബോക്സാണ്. ഇതിൻ്റെ അകത്തൊരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഇതിലോട്ട് എടുത്തിട്ട് അവിടെ കെട്ടണം. പിന്നെ ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനൽ 1500 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഞാനത് സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊന്നും ഒരു നേരം ഇതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എന്തായാലും ഈ വീഡിയോയിലൂടെ എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു 2K ഒക്കെ ആയിട്ടാകുമ്പോൾ ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗിവ് അവേ വിന്നറിനൊരു ഹാമ്പറാണ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എന്താക്ക് പെട്ടെന്ന് എനിക്ക് തന്നെ 2K സബ്സ്ക്രൈബർ ആക്കി തരിക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഗിവ് അവേ ഒക്കെ സെറ്റ് ചെയ്യാം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ ഗിവ് അവേ ഒക്കെ കൊടുക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 2K ഒക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടാകുമ്പോൾ ഒരു ഗിവ് അവേ എന്തായാലും ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പാടെ എനിക്ക് പെട്ടെന്ന് തന്നെ അത് സെറ്റാക്കി തരിക. അപ്പോൾ നമ്മൾ ഹാമ്പർ ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ജസ്റ്റ് വെച്ച് നോക്കുന്നതാണ്. ഇതിൻ്റെ അടിയിൽ നമ്മൾ തെർമോക്കോളം വെച്ചിട്ട് കുറച്ച് ഹൈറ്റൊക്കെ വെച്ചിട്ടാണ് ഫൈനലായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക്. കുറച്ച് ബോ ഒക്കെ കെട്ടി പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് അത് സെറ്റ് ചെയ്യാണ് വേണ്ടത്. എൻ്റെ മേലെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും പാടെ സെറ്റ് ചെയ്താൽ നമ്മുടെ ഹാമ്പർ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഒട്ടിച്ച് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡെലിവറിക്ക് പോവാണ്. ഒരു കേക്കും പാടെ വാങ്ങാനുണ്ട്. അത് നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ അവരുടെ നിയർ ബൈ ഷോപ്പിൽ നിന്നാണ് വാങ്ങുക. ഇപ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്ത് പാക്ക് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ ആ കാണുന്നതാണ് എൻ്റെ പടക്കുതിര. അപ്പോൾ അതിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നേരെ പോയിട്ട് ഞാൻ എൻ്റെ
ചെക്കനെയും കൂടി പിക്ക് ചെയ്തിട്ട് നേരെ പോവാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. ഇവിടുന്ന് കുറച്ചൊരു 1.25 മണിക്കൂർ ട്രാവലാണ് എനിക്കുള്ളത്. വാങ്ങാണ്ടേന് അങ്ങനെ കേക്ക് ഷോപ്പിൽ പോയി അവിടുന്ന് ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഡെലിവറി പ്ലേസിലേക്കാണ്. അതാണ് ആളുടെ വീട്. അപ്പോൾ നമ്മൾ സർപ്രൈസ് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആളുടെ ഫേസ് ഒക്കെ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. ഫേസ് ഒന്നും പേജിലൊന്നും ഇടണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലും ആളുടെ ഫേസും കാര്യങ്ങളൊക്കെ ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ അവിടുന്ന് ഇതും കൊടുത്ത് ഹാമ്പറും കൊടുത്ത് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അവിടുന്ന് കുറേ നേരം അവിടെ ഇരുന്ന് മഴയൊന്ന് കുറഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.